എത്ര വൻകിട പദ്ധതികൾ, കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയ ബൃഹത് പദ്ധതികൾ. അതിൽ തന്നെ ചിലതെല്ലാം ഉമ്മൻചാണ്ടി ഭരണകാലത്ത് അസാധ്യം എന്ന് തീർപ്പ് കൽപ്പിച്ച് ഉപേക്ഷിച്ച പദ്ധതികൾ. ദേശീയപാത വികസനം, കൊച്ചി ഇടമൺ പവർ ഹൈവേ, ഗെയിൽ വാതക പൈപ്പ് ലൈൻ, ഇതെല്ലാം UDF കാലത്ത് ഉപേക്ഷിച്ചതല്ലേ? അസാധ്യമെന്ന് ഫയലിൽ എഴുതിയതല്ലേ? എന്നേക്കുമായി ഉപേക്ഷിച്ച പദ്ധതികൾ, മൺമറഞ്ഞ പദ്ധതികൾ. മരിച്ചുപോയ മനുഷ്യർക്ക് ജീവൻ നൽകാനാകുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ ഈ 2026 അതിന്റെ മറുപടി ഇല്ല എന്ന് തന്നെയാണ്. അത് സാധിക്കില്ല. ആധുനിക വൈദ്യശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചിട്ടും ഒരാൾ മരിച്ചു പോയാൽ പിന്നെ ജീവൻ കൊടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് എത്ര ശ്രമിച്ചാലും ഈ രാജ്യത്ത് ജീവൻ വെക്കാത്തത്. മരിച്ചാൽ മരിച്ചതാണ്, അതാണ് സ്ഥിതി. എന്നാൽ മരിച്ചു മൺമറഞ്ഞു പോയ വികസന പദ്ധതികൾക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, മൺമറഞ്ഞു പോയ വികസന പദ്ധതികൾക്കും പുതുജീവൻ പകർന്നു നൽകി ജീവൻ നൽകുന്ന ജാലവിദ്യ യാഥാർത്ഥ്യമായ നാടാണ് പിണറായി വിജയന്റെ കേരളമെന്ന് അഭിമാനത്തോടെ പറയാൻ നമുക്കാവും. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ജയപരാജയങ്ങൾക്കപ്പുറം കേരളത്തിൻ്റെ ഭാവി നിർണയിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പാണിത് എന്നതാണ്. അങ്ങനെ പറയാൻ കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതിയിൽ നിന്നും ഏറെ വിഭിന്നമാണ് ഇന്നത്തെ കേരളം. നമ്മൾ ഈ കേരളത്തിലെ ആരെയും അതിശയിപ്പിക്കുന്ന വളർച്ചയുടെയും വികസനത്തിൻ്റെയും എല്ലാം ഭാഗമായി ഇവിടെ ജീവിക്കുന്നതുകൊണ്ട് കേരളത്തിൻ്റെ പ്രത്യേകതകളെ ആഴത്തിൽ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ്. രാജ്യത്തിൻ്റെ പൊതുവായ സ്ഥിതി കേരളത്തിൽ നിന്ന് എത്രയോ വിഭിന്നമാണ് എന്നതാണ് വസ്തുത. ഇവിടെ ജീവിക്കുന്ന നമ്മളിൽ ചിലരെങ്കിലും ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് രാജ്യമാകെ എന്ന്. അങ്ങനെയല്ലേ അല്ല. ഇന്ത്യയിലെ മറ്റൊരു ജീവിതം സാധ്യമായ തുരുത്തായി കേരളം നിലനിൽക്കുകയാണ്. ഏതു കാര്യത്തിലും ഇത് പ്രകടമാണ്. രാജ്യമാകെ യാത്ര ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്നും എത്ര വ്യത്യസ്തമായ ഒരു ചിത്രമാണ് അവിടെ എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. ഇപ്പോൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, ആഗോള വിശപ്പ് സൂചിക, പച്ചമലയാളം ലോകത്തിലെ പട്ടിണി രാജ്യങ്ങളുടെ ഒരു പട്ടിക എന്ന് പറയാം. ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കുന്ന ലോകത്തിലെ ഗൗരവതരമായ പട്ടിണി സംബന്ധിച്ച ആധികാരികമായ രേഖയാണത്. 123 രാജ്യങ്ങളാണ് ആഗോള വിശപ്പ് സൂചികയിലുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം 102 എന്ന് വെച്ചാൽ ഏറ്റവും ഗൗരവതരമായ പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും പിന്നിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം. പട്ടിണിയുടെ റിപ്പബ്ലിക്കായി നമ്മുടെ രാജ്യം നിലനിൽക്കുകയാണ്. ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാനില്ലാതെ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ, ആരോഗ്യം ക്ഷയിച്ച് അസുഖം ബാധിച്ച് അങ്ങനെ മരിച്ചു പോകുന്ന മനുഷ്യർ, അതാണ് പട്ടിണി മരണം. പട്ടിണി മരണങ്ങൾ നടക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ നിലനിൽക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പട്ടിണി ഇന്നൊരു വാക്കു മാത്രമാണ്, ഒരു അനുഭവമല്ല. മലയാളിക്കൊരു വാക്കു മാത്രമാണ്. സമീപകാലത്തൊന്നും നിങ്ങളിൽ നിങ്ങളുടെ അറിവിൽപ്പെട്ടവരിൽ ആരെങ്കിലും പട്ടിണി കിടന്നതായി ഓർക്കുന്നുണ്ടോ? കേരളത്തിൽ അങ്ങനെയില്ല. സാമ്പത്തിക പ്രാരാബ്ധവും കടവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ പട്ടിണി കിടക്കേണ്ട സ്ഥിതി ഈ കേരളത്തിൽ ഒരാൾക്ക് പോലുമില്ല. രാജ്യത്തിൻ്റെ നില നേരെ മറിച്ചാണ്. എന്നാൽ ഈ പട്ടിണിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷയരോഗികൾ ഇന്ത്യയിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികൾ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ചേരികളിൽ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ഇങ്ങനെ ദാരിദ്ര്യത്തിൻ്റെയും ജീവിത പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും അരക്ഷിതാവസ്ഥയുടെയും രാജ്യമായി ഇന്ത്യ തുടരുകയാണ്. അവിടെയാണ് അഭിമാനകരമായ മനുഷ്യജീവിതം സാധ്യമായൊരു നാടായി കേരളം ഇന്ത്യയിൽ ശിരസുയർത്തി നിൽക്കുന്നു അഭിമാനത്തോടെ. ആ കേരളത്തിൻ്റെ പ്രത്യേകതയാർന്ന നേട്ടങ്ങൾ, മികവ്, ഇത് പാതി വഴിയിൽ വെച്ച് തകർന്നു പോകുമോ എന്ന ആശങ്കയാണ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ പലരും ഉയർത്തുന്നത്. അതാണ് ചോദ്യം. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ രാജ്യത്ത് 90,000 സർക്കാർ പള്ളിക്കൂടങ്ങൾ അടച്ചുപൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂ? വിശ്വസിച്ചേ പറ്റൂ. അതാണ് സത്യം. രാജ്യത്ത് 1,00,000-നടുത്ത് സർക്കാർ പള്ളിക്കൂടങ്ങൾ 10 വർഷത്തിനിടയിൽ അടച്ചുപൂട്ടി. തൊട്ടടുത്ത സംസ്ഥാനം കർണാടക, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം. 5 കൊല്ലത്തിനുള്ളിൽ കർണാടകയിൽ 3,500-ഓളം സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടി.
കേരളത്തിലോ ഒരൊറ്റ സർക്കാർ സ്കൂൾ 10 കൊല്ലത്തിനുള്ളിൽ ഇവിടെ അടച്ചുപൂട്ടിയിട്ടില്ല. അതാണ് വ്യത്യാസം. എന്തുകൊണ്ടാണ് ഇത് സാധ്യമാവുന്നത്? 2016 അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസം സംബന്ധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം അടിയന്തരമായി 40% സർക്കാർ സ്കൂളുകൾ കേരളത്തിൽ പൂട്ടണം എന്നാണ്. ഇതിന് ചെലവ് ചുരുക്കാൻ ലാഭകരമല്ലാത്ത സ്കൂളുകൾ പൂട്ടണം. അതാണ് നിലപാട്. രാജ്യം ഭരിക്കുന്ന BJPയുടെ നിലപാടും അതാണ്, കോൺഗ്രസിന്റെ നിലപാടും അതാണ്. ആ നിലപാട് ഇന്ത്യയിലെ BJPയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ 90,000-ൽ പരം പള്ളിക്കൂടങ്ങൾ അടച്ചുപൂട്ടി. കേരളത്തിൽ ഒന്നുപോലും അടച്ചുപൂട്ടിയില്ല. ഇടതുപക്ഷം ഈ നയത്തോട് യോജിക്കുന്നില്ല. മറ്റൊരു ബദൽ നിലപാട് നാം സ്വീകരിക്കുന്നു. വിദ്യാഭ്യാസത്തെ ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കാൻ പാടില്ല. ഇതൊരു കച്ചവടമല്ല. ഒരു സ്കൂളിൽ കുട്ടികൾ കുറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ 10 കുട്ടികളെ ഉള്ളൂവെങ്കിൽ അത് അടച്ചു പൂട്ടാൻ പാടില്ല, പഠിപ്പിക്കണം. എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുക? ഒരു ക്ലാസ് മുറിയിൽ 10 കുട്ടികളെ ഉള്ളുവെങ്കിൽ ആ 10 പേർ നാളെ ആരായിത്തീരുമെന്ന് എങ്ങനെ പ്രവചിക്കാനാവും? അവർ ഈ സമൂഹത്തിന് നൽകാൻ കനപ്പെട്ട സംഭാവനകൾ നൽകാൻ നിയോഗിക്കപ്പെട്ടവരാകാം. ആർക്കറിയാം ഭാവിയിൽ എന്ത് നടക്കുമെന്ന്? വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് ഉഴവൂരിലെ ഓലമേഞ്ഞ ഒരു പള്ളിക്കൂടത്തിൽ തറയിലിരുന്ന് പഠിച്ച ഒരു കുട്ടി പിന്നീട് ഇന്ത്യൻ യൂണിയന്റെ പ്രസിഡന്റായി മാറി. അന്ന് ആ പള്ളിക്കൂടം അടച്ചു പൂട്ടിയിരുന്നെങ്കിലോ എന്ത് സംഭവിക്കുകയായിരുന്നു? സ്കൂളുകൾ പൂട്ടിയാൽ ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും? അവരുടെ രക്ഷിതാക്കൾ എന്ത് ചെയ്യും? അടുത്തൊരു സ്കൂൾ എത്ര കിലോമീറ്റർ അകലെയായിരിക്കും. ചിലപ്പോൾ ചില കുട്ടികളുടെ പഠനം നിന്നുപോകും. അപ്പോൾ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ പകുതി സർക്കാർ സ്കൂളുകൾ ഇതിനോടകം അടച്ചുപൂട്ടിയിട്ടുണ്ടാവും. അതാണ് പ്രത്യേകത. രാജ്യവ്യാപകമായ ആ നയമാണ്. ഇവിടെ നാം വ്യത്യസ്തമായ നയം ഉയർത്തിപ്പിടിക്കുന്നു. എന്ന് കേരളത്തിൽ UDFന്റെ ഒരു ഗവൺമെന്റ് വരുന്നുവോ അന്ന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ ഇവിടെയും ആ നയം നടപ്പിലാക്കും. ചുരുങ്ങിയത് പകുതിയെങ്കിലും സർക്കാർ പള്ളിക്കൂടങ്ങൾ എന്നേക്കുമായി താഴുവീഴും, പൂട്ടും. ഇതാണ് കേരളത്തിന്റെ സ്ഥിതി. ഇതാണ് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ചില ആളുകളൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്, 2 ടേം ഇടതുപക്ഷം ഭരിക്കല്ലേ, ഇനി ഒരു ടേം UDF ഭരിക്കട്ടെ, അത് കഴിഞ്ഞ് വീണ്ടും വേണമെങ്കിൽ LDFന് ഭരിക്കാലോ, തുടർച്ചയായി അധികാരത്തിൽ തുടരുന്നത് നല്ലതല്ല. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ വല്ല ഭരണമാറ്റവും സംഭവിച്ചാൽ കേരളത്തിന്റെ തകർച്ച അവിടെ ആരംഭിക്കും. സ്കൂളുകൾ അപ്പോൾ അടച്ചു പൂട്ടാൻ ആരംഭിക്കും. ഇത് സ്കൂളുകളുടെ കാര്യത്തിൽ മാത്രമല്ല, അഭ്യസ്തരായ യുവതി യുവാക്കൾക്ക് സ്വന്തമായ ഒരു ജോലി, ഒരു സർക്കാർ ജോലി ഒരു സ്വപ്നമല്ലേ? ഇപ്പൊ ഇടയ്ക്കൊക്കെ നമ്മളെയൊക്കെ കാണാൻ പല റാങ്ക് ഹോൾഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വരും. അവർ പറയും, സഖാവേ PSCയുടെ ഇന്ന ലിസ്റ്റിൽ ഞാനുണ്ട്, ഒരു 100 പേർ കൂടി നിയമനം കിട്ടിയാൽ എനിക്കും കിട്ടും, അതുകൊണ്ട് നിയമനം ത്വരിതപ്പെടുത്തണം എന്നാണ് പറയുക. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് MK സക്കീർ നിങ്ങളുടെ എല്ലാം സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം നിറഞ്ഞ മനസ്സോടെ ആവേശപൂർവ്വം സ്ഥാനാർത്ഥിയെ വരവേൽക്കാം. നിങ്ങളുടെ എല്ലാം പേരിൽ സ്ഥാനാർത്ഥി സഖാവ് സക്കീറിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പറഞ്ഞു വന്നത് PSC വഴിയുള്ള നിയമനങ്ങളെ കുറിച്ചാണ്. PSCയുടെ മുൻ ചെയർമാനാണ് ഞാൻ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ രാജ്യത്ത് 100 PSC നിയമനങ്ങൾ നടക്കുമ്പോൾ അതിൽ 60-ൽ കൂടുതൽ കേരളത്തിലാണ് നടക്കുന്നത്. അതൊരു അവിശ്വസനീയമായ കണക്കല്ലേ? സത്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിന്റെ 4 ഇരട്ടി വലിപ്പമുള്ള സംസ്ഥാനങ്ങളില്ലേ? ഇന്ത്യ ഒരു വലിയ രാജ്യമല്ലേ? പക്ഷേ PSC നിയമനങ്ങൾ 100 എണ്ണം നടക്കുമ്പോൾ 60ഉം കേരളത്തിൽ. ജനസംഖ്യാനുപാതികമായി ചിന്തിച്ചാൽ ഇന്ത്യൻ ജനസംഖ്യയുടെ 3% കേരളത്തിലെ ജനസംഖ്യ. അപ്പൊ 100 PSC നിയമനങ്ങൾ നടക്കുമ്പോൾ 3 പേർക്ക് ഇവിടെ ജോലി കിട്ടാൻ വകുപ്പില്ല, ഒരു 2 ആൾക്ക് കിട്ടിയാൽ കിട്ടി. അതാണ് ജനസംഖ്യാനുപാതികം. പക്ഷേ 100 പേർക്ക് നിയമനം കിട്ടുമ്പോൾ 60+ ഇവിടെയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും വ്യവസ്ഥാപിതമായ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരമുള്ള നിയമനങ്ങൾ നടക്കുന്നില്ല. പോലീസ് പോലെ, ഫയർഫോഴ്സ് പോലെ ചില അത്യാവശ്യ സേവന മേഖലകളിൽ വിരലിലെണ്ണാവുന്ന നിയമനങ്ങൾ നടക്കുന്നുണ്ടാവാം. ബാക്കിയെല്ലാം കരാർ നിയമനങ്ങളാണ്. എന്ത് കരാർ നിയമനം? തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലിക്ക് പോകുന്നത് പോലെ ദിവസക്കൂലി, തുച്ഛമായ വേതനം, പെൻഷനില്ല, ആനുകൂല്യങ്ങളില്ല. ആ അടിമവേലയുടെ ആധുനിക പേരാണ് കരാർ ജോലി. അതാണ്
മറ്റു ജോലിയൊന്നുമില്ല ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും. പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരമുള്ള സർക്കാർ നിയമനങ്ങൾ ഏറെക്കുറെ ഇന്ത്യയിലെമ്പാടും മരവിച്ചു കഴിഞ്ഞു, നടക്കുന്നില്ല. ഇവിടെ നമ്മൾ ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും ജോലി വേണമെന്ന് പറഞ്ഞിട്ടാണ് ചില കുട്ടികൾ സമരം ചെയ്യുന്നത്. പറഞ്ഞു വന്നത്, എന്നെങ്കിലും ഒരിക്കൽ കേരളത്തിൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അന്ന് അവസാനിച്ചു കേരളത്തിലെ PSC നിയമനം. ഓർത്തു വെച്ചോളണം. ഭരണം മാറിയാൽ തരക്കേടില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ചിലരുണ്ടല്ലോ. ഭരണം മാറിയാൽ അന്ന് അവസാനിച്ചു കേരളത്തിന്റെ വികസന കുതിപ്പ്. ഈ കേരളത്തിന്റെ തകർച്ച അവിടെ ആരംഭിക്കും. സ്കൂളുകൾ പൂട്ടാൻ തുടങ്ങും, നിയമനങ്ങൾ അവസാനിക്കും, പെൻഷൻ നിലച്ചു പോകും, പാഠപുസ്തകങ്ങൾ മുടങ്ങും. കേരളത്തിന്റെ തകർച്ചയുടെ തുടക്കം അവിടെയായിരിക്കും. ഈ രാജ്യത്തിന്റെ പൊതുസ്ഥിതി അതാണ്. ഞാൻ വളരെ ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ കൂട്ടായ്മയുടെ അനിഷേധ്യനായ നേതാവ് തേജസ്വി യാദവ് നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുക്കാനായി ഇവിടെ വരുന്നുണ്ട് എന്നാണ് നമ്മുടെ സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൗതുകം, ബീഹാറിലെ ഇന്ത്യ കൂട്ടായ്മയുടെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യവും മറ്റു കാര്യങ്ങളും ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇന്ത്യ കൂട്ടായ്മയുടെ നേതാവായ തേജസ്വി യാദവ് കേരളത്തിൽ വരുന്നത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ കോൺഗ്രസിന് വേണ്ടിയല്ല. എന്ന് വെച്ചാൽ ഇന്ത്യ കൂട്ടായ്മയിലൂടെ മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ച് സംഘപരിവാർ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പോരാട്ടത്തിന്റെ നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് അല്ല, ഇടതുപക്ഷമാണ് എന്ന തിരിച്ചറിവ് ദേശീയ തലത്തിൽ ഇന്ത്യ കൂട്ടായ്മയുടെ എല്ലാ നേതാക്കൾക്കും ഉണ്ട്. കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ദേശീയാടിസ്ഥാനത്തിലുള്ള ഇന്ത്യ കൂട്ടായ്മയിലെ ഒരു കക്ഷിയായിട്ടല്ല പ്രവർത്തിക്കുന്നത്. പിന്നെയോ സംഘപരിവാര കുടുംബത്തിലെ ഒരു സംഘപ്രസ്ഥാനത്തെ പോലെയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. അവർ കേരളത്തിൽ ഇന്ത്യ കൂട്ടായ്മയ്ക്കെതിരാണ്. അതാണ് വസ്തുത. അതുകൊണ്ടാണ് കേരളത്തിൽ വരുമ്പോൾ ഇന്ത്യ കൂട്ടായ്മയുടെ പ്രഖ്യാപിത നിലപാടിനെതിരെ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പോലും പ്രസംഗിക്കേണ്ടി വരുന്നത്. കേരളത്തിലെത്തുമ്പോൾ അദ്ദേഹം ഇന്ത്യ കൂട്ടായ്മയുടെ നയങ്ങൾക്ക് നിലപാടുകൾക്കെതിരായാണ് പ്രസംഗിക്കുന്നത്. അത് കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ ഭാഗമായി വന്നുവിട്ട ഒരു ദുര്യോഗമാണ്. ഞാൻ കൂടുതൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിന്റെ പ്രത്യേകതകൾ, നാം ആർജിച്ച പുരോഗതി, അതെല്ലാം ഉലച്ചിൽ തട്ടാതെ തുടരണമെങ്കിൽ ഇടതുപക്ഷം വീണ്ടും ഈ നാട്ടിൽ അധികാരത്തിലെത്തണം എന്ന് സൂചിപ്പിക്കാനാണ്. 10 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ നേട്ടം വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാവുന്നതിനും എത്രയോ അപ്പുറമാണ്. ഇപ്പൊ ഒറ്റക്കാര്യം മാത്രം പറയാം. 2025 കേരളം സന്ദർശിക്കാനായി നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിയെത്തിയ സഞ്ചാരികളുടെ എണ്ണം ഏതാണ്ട് 2.5 കോടിയാണ്. 2.5 കോടി മനുഷ്യർ കേരളത്തിന് പുറത്തുനിന്ന് കേരളം കാണാൻ വന്നു. എല്ലാവരും വിനോദസഞ്ചാരികളായി മൂന്നാറും കോവളവും കുമരകവും കാണാൻ വന്നതല്ല. കുറെ പേർ വന്നത് കേരളത്തെക്കുറിച്ച് പഠിക്കാനാണ്, അറിയാൻ, പഠിക്കാൻ, പകർത്താൻ. എന്തുകൊണ്ട് പട്ടിണി റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന ഇന്ത്യയിൽ ഒരു സംസ്ഥാനം മാത്രം ലോകോത്തര നിലവാരത്തിലേക്ക് വളരുന്നു? എന്താണ് അതിന്റെ രഹസ്യം? അത് പറയാനാണ്. ഇപ്പോ ഏത് ജീവിത സൂചികകൾ എടുത്താലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോടും അമേരിക്കയോടും ഒക്കെയാണ് നമ്മൾ മത്സരിക്കുന്നത്. മാതൃമരണ നിരക്ക്, ശിശുമരണ നിരക്ക്, പ്രതീക്ഷിതായുസ്, പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം, ആരോഗ്യ പരിപാലനം, പൊതുവിതരണം, ഏത് മേഖലകൾ എടുത്താലും നമ്മൾ ലോകോത്തര നിലവാരത്തിൽ എത്തി നിൽക്കുകയാണ്. ഇതെങ്ങനെ സാധ്യമായി എന്നാണ് ലോകം വിസ്മയിക്കുന്നത്. ആ വിസ്മയകരമായ വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായി എന്നതാണ് 10 വർഷത്തെ കേരളത്തിന്റെ ഭരണം ലോകത്തോട് വിളിച്ചു പറയുന്നത്. സാധാരണ ഇടതുപക്ഷത്തിനെതിരായി ഉയരുന്നൊരു വിമർശനം, ചില കേന്ദ്രങ്ങൾ ഉയർത്തുന്ന വിമർശനം, LDF അധികാരത്തിൽ വരുമ്പോൾ ക്ഷേമ പെൻഷനും മറ്റുമൊക്കെ നന്നായിട്ട് കൊടുക്കും, എന്നാൽ വൻകിട വികസന പദ്ധതികളിൽ അത്രയ്ക്ക് താല്പര്യം കാണിക്കില്ല എന്നതാണ്. ഒരടിസ്ഥാനവും ഇല്ലാത്ത വിമർശനമാണ്, യാതൊരു അടിസ്ഥാനവും ഇല്ല. എങ്കിലും ആവർത്തിച്ച് പ്രചരിപ്പിച്ചതുകൊണ്ട് ചിലരുടെ എല്ലാം മനസ്സിൽ ഒരു പൊതുബോധമായി അത് നിന്നിരുന്നു. പക്ഷെ ഇപ്പോഴോ അത്തരം പ്രചാരവേലയെയും കേരളത്തിലെ സാമാന്യ ജനം തള്ളിക്കളയുന്നു. കാരണം സ്വാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 10 വർഷം കേരളത്തിലുണ്ടായ മാറ്റം, വൻകിട വികസന പദ്ധതികളും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമേകിയ ജനക്ഷേമ പദ്ധതികളും രണ്ടും സമന്വയിപ്പിച്ചുവെന്ന് ജനം തിരിച്ചറിയുന്നുണ്ട്. എത്ര വൻകിട പദ്ധതികൾ, കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയ ബൃഹത് പദ്ധതികൾ,
അതിൽ തന്നെ ചിലതെല്ലാം ഉമ്മൻചാണ്ടി ഭരണകാലത്ത് അസാധ്യം എന്ന് തീർപ്പ് കൽപ്പിച്ച് ഉപേക്ഷിച്ച പദ്ധതികൾ. ദേശീയപാത വികസനം, കൊച്ചി ഇടമൺ പവർ ഹൈവേ, ഗെയിൽ വാതക പൈപ്പ് ലൈൻ, ഇതെല്ലാം UDF കാലത്ത് ഉപേക്ഷിച്ചതല്ലേ? അസാധ്യമെന്ന് ഫയലിൽ എഴുതിയതല്ലേ? എന്നേക്കുമായി ഉപേക്ഷിച്ച പദ്ധതികൾ, മൺമറഞ്ഞ പദ്ധതികൾ. മരിച്ചുപോയ മനുഷ്യർക്ക് ജീവൻ നൽകാനാകുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ ഈ 2026 അതിന്റെ മറുപടി ഇല്ല എന്ന് തന്നെയാണ്. അത് സാധിക്കില്ല. ആധുനിക വൈദ്യശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചിട്ടും ഒരാൾ മരിച്ചു പോയാൽ പിന്നെ ജീവൻ കൊടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് എത്ര ശ്രമിച്ചാലും ഈ രാജ്യത്ത് ജീവൻ വെക്കാത്തത്. മരിച്ചാൽ മരിച്ചതാണ്, അതാണ് സ്ഥിതി. എന്നാൽ മരിച്ചു മൺമറഞ്ഞു പോയ വികസന പദ്ധതികൾക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, മൺമറഞ്ഞു പോയ വികസന പദ്ധതികൾക്കും പുതുജീവൻ പകർന്നു നൽകി ജീവൻ നൽകുന്ന ജാലവിദ്യ യാഥാർത്ഥ്യമായ നാടാണ് പിണറായി വിജയന്റെ കേരളമെന്ന് അഭിമാനത്തോടെ പറയാൻ നമുക്കാവും. അതാണ് ഗെയിൽ പൈപ്പ് ലൈൻ, അതാണ് കൊച്ചി ഇടമൺ പവർ ഹൈവേ, അതാണ് ദേശീയപാത വികസനം. 2016 LDF സർക്കാർ കേരളത്തിൽ വന്നില്ലെങ്കിലോ ഗെയിൽ പൈപ്പ് ലൈൻ ഇല്ല, പാതിവഴിയിൽ നിന്നു. കൊച്ചി ഇടമൺ പവർ ഹൈവേ ഇല്ല. കൊച്ചി ഇടമൺ പവർ ഹൈവേ ഇല്ല എന്ന് പറഞ്ഞാൽ പവർ കട്ട് തുടരും എന്നാണ് അർത്ഥം. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ തുടർന്നിരുന്നുവെങ്കിൽ പവർ കട്ടും തുടരും. ദേശീയപാത വികസനമില്ല. കേരളത്തിന്റെ വികസന പന്ഥാവിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ല് 2016 കേരളത്തിൽ ഭരണം മാറി എന്നതാണ്. ഇതിന് പുറമെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ, വിഴിഞ്ഞം പോർട്ട്, K-ഫോൺ, ഏതൊക്കെ വികസന പദ്ധതികൾ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിൽ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത്, കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത്, കേരളത്തിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത്. നേട്ടങ്ങളുടെ പാതയിൽ കാലത്തിന്റെ കൈകൾക്ക് മായ്ക്കാനാവാത്ത വികസന മുദ്രകൾ തീർത്തുകൊണ്ടാണ് നാം മുൻപോട്ട് പോകുന്നത്. അതോടൊപ്പം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഇടതുപക്ഷത്തിനായി 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് എന്ന സ്വപ്നം സഫലമായി. ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ 20 ലക്ഷം മനുഷ്യർ. ചെറിയ കാര്യമാണോ? 5 ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം. അതിനു പുറമെ നമ്മുടെ സ്കൂളുകൾ, ആശുപത്രികൾ, റോഡ്. ചെറിയ മാറ്റമാണോ കേരളത്തിൽ ഉണ്ടായത്? 62 ലക്ഷം മനുഷ്യർക്ക് മാസം 2000 രൂപ പെൻഷൻ ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രം. ഇപ്പൊ ഇവര് വന്നാൽ കൊടുക്കുന്നല്ലേ പറയുന്നത്. തെലങ്കാനയിൽ വന്നല്ലോ, പെൻഷൻ പ്രഖ്യാപിച്ചു, കൊടുത്തു തുടങ്ങി. ഇപ്പൊ കിട്ടിയിട്ട് എത്ര നാളായി? തെലങ്കാനയിലെ കുടിശ്ശിക നിങ്ങൾ വായിച്ചില്ലേ വാർത്ത? 25 മാസമാണ് പെൻഷൻ കുടിശ്ശിക. കേരളത്തിൽ 18 മാസം ഉണ്ടായതുള്ളൂ ഉമ്മൻചാണ്ടി കാലത്ത്. ഇപ്പോൾ 25 മാസമാണെന്ന് വെച്ചാൽ 2 വർഷവും 1 മാസവുമായി തെലങ്കാനയിൽ പെൻഷൻ ഇല്ല. അല്ലെങ്കിൽ ഇവിടുത്തെ 2000 രൂപ പെൻഷനൊന്നും അവിടെ ഇല്ല, അവിടെ നിസ്സാരം. പക്ഷേ അത് കൊടുത്തിട്ട് ഇത്രയായി. എന്ന് കേരളത്തിൽ UDF അധികാരത്തിലെത്തുന്നുവോ അന്ന് അവസാനിക്കും പെൻഷൻ, അന്ന് അവസാനിക്കും. അപ്പൊ ചോദ്യം ഇതാണ്, പെൻഷൻ മുടങ്ങണോ? സ്കൂള് പൂട്ടണോ? PSC നിയമനം മരവിപ്പിക്കണോ? പവർ കട്ട് തിരികെ വരണോ? കേരളം നശിക്കണോ? അതാണ് ചോദ്യം. നശിക്കണം എന്ന് ആരെങ്കിലും പറയൂ? ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ മഹാനേട്ടങ്ങളോടൊപ്പം ലൈഫ് ഭവന പദ്ധതി, ദേശീയപാത വികസനം, പട്ടയം നൽകിയ പരിപാടി, സ്കൂളുകൾ ഹൈടെക് ആയത്, ക്ലാസ് മുറികൾ സ്മാർട്ടായത്, പാഠപുസ്തകം സ്കൂൾ തുറക്കുന്നതിന് മുൻപ് കിട്ടിയത്, വീട്ടമ്മമാരുടെ പെൻഷൻ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ തുടങ്ങിയത്, യുവജനങ്ങളുടെ സ്റ്റൈപ്പൻഡ് പദ്ധതി രാജ്യത്താദ്യമായി ആരംഭിച്ചത്, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത്, ഇങ്ങനെയുള്ള എണ്ണിപ്പറയാവുന്ന മഹാനേട്ടങ്ങളെക്കാൾ മുൻപ് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു സുപ്രധാനമായ നേട്ടമുണ്ട്. ഒരുപക്ഷെ അതാണ് ആദ്യം ഓർക്കേണ്ടത്. എന്താണത്? 10 വർഷത്തെ LDF സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറഞ്ഞാൽ സമാധാനമായി കേരളത്തിൽ ജീവിക്കാം എന്നതാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇന്ത്യയിൽ മറ്റെവിടെയും ഇങ്ങനെയില്ല. ഓരോ സംസ്ഥാനത്തു നിന്നും പുറത്തു വരുന്ന വാർത്തകൾ എത്രമാത്രം വേദനാജനകമാണ്. എത്ര നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത്? സാധാരണക്കാരായ മനുഷ്യർ മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ അരുംകൊല ചെയ്യപ്പെടുന്ന വാർത്തകൾ. ഇപ്പൊ പലരുടെയും മനസ്സിൽ മണിപ്പൂരൊക്കെ ആയിരിക്കും. 1000 കൊല്ലപ്പെട്ടു. അത് മാത്രമല്ല, വിദ്വേഷത്തിന്റെ വിത്ത് വിതച്ച് മനുഷ്യരെ മതത്തിന്റെ പേരിൽ തമ്മിലകറ്റി വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കി സ്വാർത്ഥ ലാഭം കൊയ്യുന്ന കൊടിയ വർഗീയവാദികളുടെ വിഹാരരംഗമായി ഇന്ത്യ മാറിയില്ലേ? ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണ്.
ഇദ്രിസ് പാഷ കൊല്ലപ്പെട്ടത് കർണാടകയിലാണ്. നമ്മുടെ സഹോദരൻ മലയാളിയായ അഷറഫ് അതിർത്തിക്കപ്പുറത്ത് മംഗലാപുരത്ത് വെച്ചാണ് ക്രൂരമായി അടിച്ചു കൊന്നുകളഞ്ഞത്. അതിർത്തി വരെ എത്തി, കേരളത്തിലേക്ക് വന്നിട്ടില്ല. കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായി ഒരൊറ്റ വർഗീയ കലാപം ഉണ്ടായില്ല. വർഗീയ കലാപങ്ങളിൽ ഒരാൾ പോലും കൊല്ലപ്പെട്ടില്ല. ഒരു മനുഷ്യന്റെ ഒരു തുള്ളി രക്തം പോലും പൊടിഞ്ഞില്ല. അതെന്താ? കേരളത്തിലെ വർഗീയവാദികളെല്ലാം വിസയെടുത്ത് അമേരിക്കയിലേക്ക് വണ്ടി കയറിയോ? ഇല്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. പക്ഷേ മാളത്തിലാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല. 10 കൊല്ലമായി മാളത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വർഗീയവാദികൾ. അതെന്താ പുറത്തിറങ്ങാത്തത്? പുറത്തിറങ്ങിയാൽ, വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടിയാൽ, ഏത് കൊലക്കൊമ്പനായാലും കയ്യിൽ വിലങ്ങണിയിച്ച് പുറങ്കിലടയ്ക്കും. അതിന് കെൽപ്പുള്ള ഒരു സർക്കാർ ഈ കേരളത്തിലുണ്ട് എന്ന് നന്നായി അറിയാവുന്നത് കൊണ്ട് എല്ലാ വർഗീയവാദികളും മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. UDF-ന്റെ കാലത്തോ എണ്ണം പറഞ്ഞ കോൺഗ്രസിന്റെ നേതാക്കൾ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും കരുണാകരനും കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന കാലത്തോ എത്ര വർഗീയ കലാപങ്ങൾ, എത്ര നിരപരാധികൾ കൊല്ലപ്പെട്ടു. നമ്മുടെ നാട് മറക്കാൻ ആഗ്രഹിക്കുന്ന എത്ര സംഭവങ്ങൾ. മാറാട് ഓർമ്മയില്ലേ? തൈക്കൽ. ഞാൻ ഓരോന്നോരോന്നായി പറയുന്നില്ല, നാട് മറക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അത് വീണ്ടും വിശദീകരിച്ച് നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മനുഷ്യൻ തെരുവിൽ ഈയാമ്പാറ്റകളെ പോലെ കൊല്ലപ്പെട്ട, നാട് മറക്കാൻ ആഗ്രഹിക്കുന്ന, ചോര പുരണ്ട ഒരു കാലം ഈ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് മറക്കാൻ പാടില്ല. അത് ഓർത്തു വെക്കേണ്ടതാണ്. എത്ര മനുഷ്യർ കൊല്ലപ്പെട്ടു. അന്നൊരിക്കലാണ് പാലക്കാട് നഗരത്തിൽ 10 വയസ്സ് മാത്രമുള്ള ഒരു പിഞ്ചു പെൺകുട്ടി സിറാജുന്നീസ വെടിവെച്ചു കൊന്നു കേരളത്തിലെ പോലീസ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേരള പോലീസ് വെടിവെച്ചു കൊന്നു. എന്തിന്? വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായാൽ, പോലീസ് വെടിവെപ്പുണ്ടായാൽ കൊല്ലപ്പെടുന്നത് മുതിർന്ന ആളോ കുഞ്ഞോ സ്ത്രീയോ അതൊന്നും നോട്ടമുണ്ടാവില്ല. ആ വെടിവെപ്പിനെ കുറിച്ച് തന്നെ ഒരുപാട് ദുരൂഹതകളും വിവാദങ്ങളും ഉണ്ടായി. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പറഞ്ഞു വന്നത്, നാടിന്റെ സമാധാനം തകർന്ന് ആരും എപ്പോഴും കൊല്ലപ്പെടാമെന്ന സ്ഥിതി, വീടുകളും കടകമ്പോളങ്ങളും അഗ്നിക്കിരയായ ഒരു കാലം, അഭയാർത്ഥി ക്യാമ്പുകൾ തുറക്കേണ്ടി വന്നൊരു കാലം, എല്ലാറ്റിനും നിസ്സഹായ സാക്ഷിയായി നിന്നു കേരളത്തിലെ സർക്കാർ. കോഴിക്കോട്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളിൽ ഒരാളായ പ്രവീൺ തൊഗാഡിയ വന്ന് പ്രസംഗിച്ചു. വർഗീയ വിഷം വമിക്കുന്ന പ്രസംഗം. സ്വാഭാവികമായി പോലീസ് കേസെടുത്തു. RSSന്റെ ആജ്ഞ വന്നു, ഇപ്പൊ പിൻവലിക്കണം കേസ്. കോൺഗ്രസിന്റെ സർക്കാർ പിൻവലിച്ചു കൊടുത്തില്ലേ? തിരുവനന്തപുരത്ത് MG കോളേജിൽ RSSന്റെ ക്രിമിനൽ സംഘം അഴിഞ്ഞാടിയപ്പോ തടയാൻ ശ്രമിച്ചൊരു പോലീസ് ഓഫീസർ RSSകാർ ബോംബെറിഞ്ഞു കൊല്ലാൻ നോക്കി. ബോംബ് വിട്ടി പോലീസ് ഓഫീസറുടെ കാല് ചിതറി തെറിച്ചു. സ്വാഭാവികമായി വധശ്രമത്തിന് കേസെടുത്തു. RSS കാര്യാലയത്തിൽ നിന്നും അന്ത്യശാസനം വന്നു, ഇപ്പൊ പിൻവലിക്കണം കേസ്. അടുത്ത മണിക്കൂറിൽ പോരാ, ഇപ്പോ മുട്ടുപറച്ച് മൂത്രമൊഴിച്ച് കേസ് പിൻവലിച്ചു കൊടുത്തു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. RSSന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ വിനീത വിധേയരായ ഭൃത്യരെ പോലെ ദാസ്യ മനോഭാവം പ്രകടിപ്പിച്ചു ആ സർക്കാർ. എന്തുകൊണ്ട്? വർഗീയവാദികളുടെ പിന്തുണയിലാണ് ആ സർക്കാർ നിന്നത്. അവരുടെ വോട്ട് വാങ്ങി വന്നതാണ്. അവരുടെയല്ല, എല്ലാ വർഗീയവാദികളുടെയും, ഇരുവർഗീയതകളുടെയും സൃഷ്ടിയായിരുന്നു കോൺഗ്രസ് സർക്കാർ. അതുകൊണ്ട് വർഗീയവാദികൾ അടിഞ്ഞാടുമ്പോ അരുതെന്ന് പറയാൻ, കർശന നടപടി സ്വീകരിക്കാൻ അറച്ചു നിന്നു, മടിച്ചു നിന്നു. ജനങ്ങൾ കൊടിയ യാതനകൾ അനുഭവിച്ചു. നിരവധി മനുഷ്യർ കൊല്ലപ്പെട്ടു. ആരും എപ്പോഴും വധിക്കപ്പെടാമെന്ന ഭയത്തോടെ ജീവിക്കേണ്ടി വന്നു. സമാധാനമായി ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യം. അതല്ലേ അന്നത്തെ കേരളം? ആ നാളുകളിലേക്ക് തിരിച്ചു പോണോ? UDF എന്നെങ്കിലും അധികാരത്തിൽ വന്നാൽ അന്ന് കേരളത്തിന്റെ സമാധാനം തകർന്നു എന്ന് കരുതിയാൽ മതി. എന്നാൽ 10 കൊല്ലമായി നിങ്ങൾ നോക്കൂ, ശാന്തസുന്ദര കേരളം. പഴയ വേദനിപ്പിക്കുന്ന ഓർമ്മകളുടെ മുറിവുകളെല്ലാം ഉണക്കി 10 കൊല്ലമായി സമാധാനം, സാഹോദര്യം, വർഗീയവാദികൾ ഉറഞ്ഞു തുള്ളാത്ത കേരളം. ഒരു വർഗീയ സംഘർഷവുമില്ല. ഈ നാടിന്റെ സമാധാനം തകരാതെ നിലനിൽക്കണ്ടേ എന്നതാണ് ചോദ്യം. അതാണ് പരമപ്രധാനം. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിച്ചു വരിക എന്നത് കേരളത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. നവകേരള എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ അനിവാര്യമാണ്. അതിന് പൊന്നാനിയിൽ നമ്മുടെ പ്രതിനിധിയായി വിധി തേടുന്നത് നിങ്ങളുടെ മുൻപാകെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല, പ്രിയപ്പെട്ട സഖാവ് സക്കീറാണ്. സക്കീറിന്റെ പ്രത്യേകത,
ഏറ്റവും ഗൗരവതരമാർന്ന ചുമതലകൾ, ഭരണഘടനാ പദവികൾ, പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ, വഖഫ് ബോർഡിന്റെ സാരഥി, ഇത്തരം സുപ്രധാനമായ ചുമതലകൾ അലങ്കരിക്കുന്ന സമയത്ത് എതിരാളികൾ പോലും ഒരാരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? പൊന്നാനിയിലെ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ല. ആരും ഒരാരോപണവും ഉന്നയിച്ചിട്ടില്ല. സ്ഫടിക സമാനമായ സുതാര്യതയോടെ എങ്ങനെയായിരിക്കണം ഉന്നത ചുമതലകൾ നിർവഹിക്കേണ്ടതെന്നതിന് എക്കാലത്തെയും മാതൃക സൃഷ്ടിച്ചു. കറപുരളാത്ത വ്യക്തിത്വം. നമ്മുടെ കാലത്ത് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്ന ചോദ്യത്തിന് ധൈര്യത്തോടെ മറുപടി നൽകാൻ കഴിയുന്ന പേരാണ് അഡ്വക്കേറ്റ് MK സക്കീർ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സക്കീറിനെ പൊന്നാനിയുടെ പ്രതിനിധിയായി നിയമസഭയിലേക്ക് വിജയിപ്പിച്ചാൽ 2 വട്ടം ആലോചിക്കാതെ പൊന്നാനിക്കാർക്ക് എനിക്കൊരു ഉറപ്പ് നൽകാൻ കഴിയും. അത് മറ്റൊന്നുമല്ല, സക്കീറിനെ വിജയിപ്പിച്ചതിന്റെ പേരിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് തലകുനിക്കേണ്ടി വരില്ല എന്ന് മാത്രമല്ല, MK സക്കീറിന് വോട്ട് ചെയ്തവരാണ് ഞങ്ങളെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. അതാണ് ഗ്യാരണ്ടി, അതാണ് ഉറപ്പ്. ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം അനുസരിച്ച് എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് എന്തെങ്കിലും മോശമായി പറയാനോ ഇകഴ്ത്താനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മുടെ ഒരു രീതിയല്ല. പക്ഷേ ഒന്നോർക്കണം, ഈ മണ്ണിനൊരു പൈതൃകമുണ്ട്. എംപിച്ചി ബാവയുടെ മണ്ണ്. രാഷ്ട്രീയമായി വിയോജിക്കുമ്പോഴും സി ഹരിദാസും PT മോഹനകൃഷ്ണനും എല്ലാം ഇവിടെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ സാമൂഹ്യ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹത്തുക്കൾക്ക് ജന്മം നൽകിയ ഒരു നാടാണിത്. ആ മഹത്തായ സാംസ്കാരിക പാരമ്പര്യമുള്ള സമരവീര്യമുള്ള ഒരു നാടിനെ നോട്ടുകെട്ടുകൾ കൊണ്ട് വിലയ്ക്ക് വാങ്ങാമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ ഈ മണ്ണിൽ ചെലവാകില്ലെന്ന് പൊന്നാനി പഠിപ്പിക്കും. പൊന്നാനിയിലെ വോട്ടർമാരെ, പൊന്നാനിയിലെ സാമാന്യ ജനത്തെ പതാകകളുടെ നിറഭേദങ്ങൾക്ക് പുറത്ത് ആരുമാവട്ടെ പൊന്നാനിക്കാരെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാമെന്ന് കള്ളപ്പണം ആവശ്യാനുസരണമുള്ള ഏത് മനുഷ്യൻ ചിന്തിച്ചാലും ആ ചിന്ത അസ്ഥാനത്താണ്. ഈ മണ്ണ് പ്രബുദ്ധതയെ ഉയർത്തിപ്പിടിക്കും. മനുഷ്യന്റെ വ്യക്തിത്വത്തെ, ആത്മവിശ്വാസത്തെ, സ്വത്വത്തെ ആർക്കും അങ്ങനെ വിലക്കെടുക്കാനൊന്നും കഴിയില്ല. അവരുടെ കാശ് പോയി എന്നല്ലാതെ പിന്നെ കള്ളപ്പണം ആയതുകൊണ്ട് വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല. വന്ന വഴി തിരിച്ചു പോകാൻ പറ്റും. അത്രയും ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങളോടല്ല ഞാൻ പറയും, നിങ്ങൾ വഴി പൊന്നാനിയിലെ വോട്ടർമാരോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ പൊന്നാനിയിലെ ഓരോ വോട്ടർമാരോടും ഓർമ്മപ്പെടുത്തേണ്ടത്, ഈ തിരഞ്ഞെടുപ്പെന്നാൽ ജയപരാജയങ്ങൾക്കപ്പുറത്ത് പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. ആര് ജയിക്കും, ആര് MLA ആകും എന്നതിനൊക്കെ അപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കേരളം നശിക്കണോ നിലനിൽക്കണോ എന്ന ചോദ്യമാണ്. പെൻഷൻ തുടരണോ അവസാനിക്കണോ എന്ന ചോദ്യമാണ്. സ്കൂളുകൾ പ്രവർത്തിക്കണോ പൂട്ടണോ എന്ന ചോദ്യമാണ്. യുവജനങ്ങൾക്ക് ജോലി ലഭിക്കണോ നിയമനങ്ങൾ മരവിപ്പിക്കണോ മറ്റു സംസ്ഥാനങ്ങളിലേതുപോലെ എന്ന ചോദ്യമാണ്. സമാധാനമായി ഉറങ്ങാനും ഉണരാനും കഴിയുന്ന ശാന്തിയുടെയും സാഹോദര്യത്തിന്റെയും നാടായി കേരളം തുടരണോ, അതോ ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാമെന്ന ഭയത്തോടെ നിദ്രാവിഹീനമായ രാത്രികൾ തള്ളി നീക്കേണ്ടി വരുന്ന ഒരു നാടായി കേരളം മാറണോ എന്ന ചോദ്യമാണ്. കേരളത്തിനു വേണ്ടിയാണ് LDFന് വോട്ട് ചെയ്യേണ്ടത്. വോട്ട് ഫോർ LDF എന്ന് പറഞ്ഞാൽ അർത്ഥം വോട്ട് ഫോർ കേരളം എന്നാണ്. കേരളത്തിന് വോട്ട് ചെയ്യുക, LDFനെ ജയിപ്പിക്കുക. പൊന്നാനിയിൽ സക്കീറിന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കേരളം നിലനിൽക്കാൻ പൊന്നാനിക്കാർ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സമ്മതിദാനാവകാശം കേരളത്തിന്റെ ഭാവിയെ കരുതി ചുറ്റികരിവാൾ നക്ഷത്രമടയാളത്തിൽ LDFന്റെ സാരഥി സഖാവ് സക്കീറിന് നൽകി വൻപിച്ച ഭൂരിപക്ഷത്തോടെ, ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിന് നിങ്ങളെ ചുമതലപ്പെടുത്തുന്നു. നമ്മുടെ സ്ഥാനാർത്ഥിയും മറ്റ് LDF നേതാക്കളും എല്ലാം വേദിയിലുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തേജസ്വി യാദവ് നമ്മളെ കാണാൻ, സംസാരിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും സംസാരിക്കുന്നത് വരെ ഈ യോഗത്തിന്റെ ഭാഗമായി തുടരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം. എവിടുന്ന വരുന്നേ?